ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവർ, ഇന്ന് ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം വെച്ചാന്ന് പറയാമോ? ഇത് മലയാറ്റൂർ അടിവാരമാണ്, നമ്മുടെ മലയാറ്റൂർ കുരിശുമുടിയുടെ അടിവശം. അവിടെ നിന്നാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ജോർജ് നിങ്ങൾക്കറിയാം, നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. OCD അച്ഛനാണ്. ചേട്ടന് പേരെന്ന് പറയാമോ? എൻ്റെ പേര് അരുണ്. ഇടുക്കി ജില്ലയിലെ മങ്കോടുവ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇന്ന് ഒരു സമയം എത്ര വെച്ചാൽ? സമയം ഏകദേശം 8:30 ആകുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് ഈ കുരിശുമല കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ പള്ളിയിലെ തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ്, ഞങ്ങളുടെ അച്ഛന്മാർ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് നടന്നു വന്ന് ഇവിടെ ഇരിക്കുകയാണ്. 8:30 ഞങ്ങൾ എടുത്തിയത്. രാവിലെ ഒരു ഇപ്പോൾ തുടങ്ങിയത് 9:30 തുടങ്ങി. അപ്പോൾ വഴിയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ചേട്ടൻ കുറുപ്പമ്പടി വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഒരുമിച്ച് നടന്നു വരികയാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കൂടെ ചെയ്യുന്നതാണ്. സ്നേഹമുള്ളവരെ, ഞങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം എനിക്കങ്ങനെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ നടന്നുകൊണ്ട് വരണമെന്ന്. അത് ദൈവമാണ് ഞങ്ങൾക്ക് സാധിച്ചു തന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യമായിട്ടൊക്കെ നടക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ ചെറിയ വേദനകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്നാലും ഇപ്പോഴും ആദ്യമായിട്ട് നടക്കണമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഞങ്ങൾ ഇവിടെ എത്തി. ഇതിൻ്റെ അധികം താമസിയാതെ ഞങ്ങൾ കുരിശുമല കയറും. അപ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി അല്ലേ ചേട്ടാ? ദൈവത്തിന് ഒത്തിരി നന്ദി ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് അറിയാം, അച്ഛൻ്റെ വാച്ചിലോട്ട് നോക്കിയാൽ മതി. ഞങ്ങൾ സമയവും ദൂരമൊക്കെ ഒന്ന് അളന്നായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വാച്ചിൻ്റെ അകത്ത് അതിൻ്റെ കണക്കുണ്ട്, നമുക്ക് വേണമെന്ന് കാണാം. ഒന്ന് പറഞ്ഞു തരാം. ഏകദേശം നമ്മൾ 28 കിലോമീറ്റർ നമ്മൾ നടന്നു വന്നു. ഓക്കെ, ആദ്യമായിട്ടാണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടൊരു യാത്ര നടത്തുന്നത് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ദൂരം നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. നമ്മൾ 3-4 കിലോമീറ്റർ പള്ളിയിലൊക്കെ നടന്നു പോയിട്ടുണ്ടെന്നല്ലാതെ ഇത്രയും ഒരു യാത്ര ആദ്യമായിട്ടാണ് നടന്നത്. ഏകദേശം ഇപ്പം നമ്മൾ ഇനി മല കയറി ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 38-40 കിലോമീറ്റർ ഒക്കെ ആകും തിരിച്ച് വണ്ടി ഉള്ളിടത്ത് എത്തുമ്പോഴത്തേക്കും, ഈ ബസ് കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും. ഒരു ദിവസത്തിന് അപ്പോൾ ദൈവത്തിന് ഒത്തിരി ഒന്ന് പറയുന്നത്, ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം സാധ്യമാക്കിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളോട് പറയാനുള്ള, ഇന്ന് ഞങ്ങളുടെ യാത്രയിൽ കണ്ട കുറച്ച് കാര്യങ്ങളും അനുഭവങ്ങളും നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞാൻ പറയുകയാണ്. അച്ഛൻ എന്തെങ്കിലും ഇന്നത്തെ യാത്രയെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ആളുകൾ ഇങ്ങനെ വഴിയിൽ വരുന്നവർക്ക്, ഒത്തിരി തീർത്ഥാടകർ വരുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഭക്ഷണം, വെള്ളം, അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് പറയാമോ, ആ കണ്ട കാര്യങ്ങൾ? അപ്പോൾ ഒത്തിരി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും പരിപാലനയുടെയും മനുഷ്യരുടെ നന്മയുടെയും ഒരു അവസരമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് ആരംഭിച്ചത്. മൂവാറ്റുപുഴ ആശ്രമത്തിൽ ലിസ്റ്റ് സെൻറ്ററിൽ നിന്നാണ് ആരംഭിച്ചത്. OCD ആശ്രമത്തിൽ നിന്നാണ്. ജോസഫിന് അങ്ങോട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ യാത്ര നടത്തുക ആരംഭിച്ചു. ഞങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾ നടത്ത ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഒരു കഞ്ഞി വിതരണം ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഞ്ഞി കഴിക്കേണ്ടെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ പിന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് പോയി. ആ കഞ്ഞി, നമ്മൾ ഈ സമരിയക്കാരൻ്റെ രൂപം കാണാറുണ്ടല്ലോ വചനത്തിൽ, ആരാണ് അയൽക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഞ്ഞി കുടിച്ചപ്പോൾ നല്ല പ്രായമായ ഒരു അപ്പച്ചനാണ് ഞങ്ങൾ കഞ്ഞി തന്നത്. അപ്പം അപ്പച്ചൻ ഈ കഞ്ഞി ഞങ്ങൾക്ക് വിളമ്പി വെച്ച്, അപ്പച്ചൻ ആദ്യത്തെ ആയിരുന്നേ കഞ്ഞി കുടിക്കാൻ വേണ്ടി തുടങ്ങുന്ന അവസരമായിരുന്നേ. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ കൈകൾ കൂപ്പി അപ്പച്ചൻ ആ അപ്പച്ചൻ്റേതായ ഭാഷയിൽ അപ്പച്ചൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. അപ്പച്ചൻ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു അപ്പച്ചനാണെന്ന് തോന്നുന്നു. ആ അപ്പച്ചനാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കഞ്ഞി തന്നത്. പിന്നെ മുമ്പോട്ട് ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്തു. ഇടയ്ക്ക് തണ്ണിമത്തൻ കിട്ടി, ജ്യൂസ് കിട്ടി, വെള്ളം കിട്ടി. പല വീടുകളിൽ കൂടെ അവർ നമ്മളെ വിളിച്ച് നമുക്ക് വെള്ളം തന്നു. മറ്റൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും കഞ്ഞി ലഭിച്ചു. എന്ത് പറഞ്ഞാലും ഒരു പരിപാലന, ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയാണ് ഈ യാത്രയിൽ ഉടനീളം കണ്ടത്. തീർച്ചയായിട്ടും കാലിനൊക്കെ ചെറിയ വേദനയുണ്ട്. മല വീടിന് കയറി ഇറങ്ങണം. എങ്കിലും നമ്മൾ സങ്കീർത്തനങ്ങൾ ദാവീദ് പറയുമല്ലോ, ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ നന്മകൾക്ക് ഞാൻ എന്ത് പകരം നൽകും. ആ ഒരു അനുഭവമാണ്. കാരണം നമുക്ക് ഇത് സാധ്യമാണോ അല്ലയോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്, ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ചേട്ടായി വരുന്നത് മുരിക്കാശ്ശേരി നിന്നാണ് അല്ലേ? മുരിക്കാശ്ശേരി നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളാണ് ദൂരെ നിന്ന് വരുന്നത്. പക്ഷേ അതിനേക്കാട്ടും കുറേ ദൂരെ നിന്ന് വരുന്നവർ, പാലായിൽ നിന്ന് വരുന്നവരുണ്ട്, മുരിക്കാശ്ശേരി നിന്ന് വരുന്നവരുണ്ട്, രാമപുരത്ത് നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സ്പിരിറ്റിലാണ്. ആ ഒരു ജ്വലിക്കുന്ന തീഷ്ണതയിൽ മലയാറ്റൂർ കയറാൻ വേണ്ടി വരികയാണ്. ഇവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ മല കയറാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ്. തീർച്ചയായിട്ടും ഈ ദിവസം തോമാസ് ലീഹയും ഈശോയുടെ ആ സാന്നിധ്യവും, ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തോമസ് ആയിരുന്നു. കാരണം ഈശോയെ കാണാതെ വിശ്വസിക്കുള്ളൂ തോമസ് പറഞ്ഞല്ലോ. അപ്പം ആ ഒരു ഇതുണ്ട്. അപ്പം മേലെ പോയി ഈശോയെ നമ്മൾ കാണും. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന ദിവസത്തിനോട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അല്ലേ? പിന്നെ എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ കുറേ ആളുകൾ ഇങ്ങനെ
എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. അത് ഈ 2-3 വീടുകളിൽ ചെന്നപ്പം കുട്ടികൾ നമുക്ക് ചായ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അവന്റെ പേരൻ ആ ഒരു കൊച്ചിന്റെ സാവിയോ സാവിയോ എന്ന് പറയുന്ന കുട്ടി, അവനാണ് വരുന്ന ആളുകളിൽ വീട്ടിൽ നമ്മൾ അവസാനം വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, ചുക്കാപ്പി പിടിച്ച് അവൻ വീട്ടിലിരുന്നിട്ട് ഓരോരുത്തർ വിളിക്കുകയാണ്, ചേട്ടാ വാ വെള്ളം കുടിച്ചിട്ട് പോവാ. ഇതിലൊരു കോമഡി എന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോൾ നടന്നു പോയ 2-3 നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളെ വിളിച്ചു. പിന്നീട് മനസ്സിലായത് മലയാറ്റൂർക്ക് നടന്നു പോവുകയല്ലല്ലോ. അപ്പൊ അവൻ ഇവരെല്ലാവരും വിളിച്ച് ഇവർക്ക് ഇങ്ങനെ ചായ കൊടുത്തോണ്ടിരിക്കുകയാണ്, വെള്ളം കൊടുത്തോണ്ടിരിക്കുക. അത് അതുപോലെ തന്നെ 2-3 സ്ഥലങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ പേരൻസ് കുട്ടികളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ലൊരു മാതൃകയാണ്. നല്ല മാതൃകയാണ്. പ്രത്യേകിച്ച് നമ്മളെ വഴിയിൽ കൂടെ വന്നപ്പോൾ കുറുപ്പുംപടി കഴിഞ്ഞിട്ടുള്ള ഒരു വീട്ടിൽ അവിടെ നിന്ന് വെള്ളം കൊടുത്ത് കുട്ടികളാണ്, ആ ഒരു കുട്ടികളാണ് വെള്ളം കൊടുത്ത്. അപ്പോൾ അത് നല്ലൊരു ട്രെയിനിങ് ആണ് ഇവല്ലേ, മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞ. ഇത് നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്, പാരൻസ് ആർ ദ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ടീച്ചേഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്ന്. അപ്പോൾ അതാണ്, പാരൻസ് ആണല്ലോ ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ല മാതൃക നമ്മളേറെ സ്പർശിക്കുന്നതാണ്, അങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അച്ഛന് നടന്നതിൻ്റെ അനുഭവങ്ങളും പറയാനുണ്ടോ? വളരെ അതിമനോഹരമായിരുന്നേ. ഏറ്റവും നടന്നതിൽ പലരെയും കണ്ടുപിട്ടി, പക്ഷേ അവസാനം വരെ പിരിയാതെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടായിരുന്നു. ചേട്ടയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചേട്ടനോട് പങ്കുവെക്കും. ഒരു ചേട്ടായി വളരെ, ചേട്ടായിക്ക് തന്നെ അറിയത്തില്ല എത്ര നാളുകളെ വരുന്നു. ചെറുപ്പം തൊട്ട് എനിക്ക് തോന്നുന്നത് കാടുകളിൽ കൂടെയൊക്കെയാണ് ആദ്യം വന്നത്, പിന്നീട് ആ റൂട്ടിൽ കൂടെ വന്നത്. പണ്ട് ചേട്ടായി പറഞ്ഞു ഇപ്പോൾ ഭക്ഷണം എല്ലായിടത്തുണ്ടല്ലോ, പണ്ട് ഭക്ഷണമൊക്കെ ചുമന്നുകൊണ്ടായിരുന്നു വന്നത്. പക്ഷെ ഇന്ന് എന്നാൽ നമുക്ക് അരുൺ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, അപ്പം ഈ ഇത്രയും എത്ര വർഷമായി ഏകദേശം ഓർക്കുന്നുണ്ടോ? 15 വർഷത്തിന് മുകളിലുണ്ട്. 15 വർഷത്തിൽ കൂടുതൽ നടക്കുന്നുണ്ടല്ലേ? അപ്പം ഈ നടക്കാനുള്ളൊരു പ്രേരണ എന്താ? ചെറുപ്പത്തിലെല്ലാവരും ആദ്യകാലത്ത് സൈക്കിൾ ഓട്ടി മലയാറ്റൂര് പോകുമായിരുന്നു. അപ്പം സൈക്കിളോട്ട് നിർത്തി എല്ലാവരും പിന്നെ നടക്കാൻ തുടങ്ങി. പിന്നെ അതനുസരിച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അത് നല്ല ഒരു കാര്യമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന ഈ സമയത്തെല്ലാം ഈ ചേട്ടൻ ഈ വടി കൊണ്ടാണ് വരുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വടി തന്നു. ചേട്ടൻ പറഞ്ഞു അച്ഛന്മാർ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വടി ചേട്ടൻ തന്നു. ആയിട്ട് ചേട്ടനൊക്കെ നടക്കുക ഇത്. പിന്നെ ഇതിൻ്റെ കോമഡി എന്നാ വെച്ചാൽ, വേറൊരു കോമഡി ഞാൻ കണ്ടപ്പോൾ ഇപ്പോൾ ചേട്ടായി ഞങ്ങളോട് പറഞ്ഞു, പലരും പറഞ്ഞേ ഈ മലയാറ്റൂർ മല കയറി നിർത്തി കഴിയുമ്പോൾ പറയും അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടില്ല, നിർത്തി എന്ന് പറയും. പക്ഷേ പിന്നീടത്തെ വർഷം പെസക ബുധനാഴ്ച ആകുമ്പോൾ ഇവരെല്ലാവരും പറയണം പിന്നെ വീട്ടിലിരിക്കാൻ പറ്റുമോ, എനിക്ക് പോരണം. ആ ഒരു അനുഭവം ഇല്ലായിരുന്നോ? എന്തോ മുണ്ട് മേടിക്കാൻ പോയി അത് പറഞ്ഞേ. ഞാൻ ഇന്നലെ പോരാൻ വേണ്ടി 6 മണിക്കാണ് മുണ്ടും തോർത്തും. അല്ല, പോരാൻ പ്ലാൻ ഇല്ലായിരുന്നു. മുണ്ടും തോർത്തും മേടിക്കാൻ പോയി. 7 മണിയാകുമ്പോൾ അങ്ങനെ ഒറ്റ മണിക്കൂർ കൊണ്ട് ഇത് വന്ന ഇതാണ്. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടുപിട്ടിയ സമയത്ത് ശ്രീകുളരെ നമുക്ക് ഒത്തിരി മനുഷ്യരെ നമ്മൾ കാണും, അവരുടെ ആത്മീയ അനുഭവം, ആത്മീയ ജീവിതം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നെ സ്പർശിച്ചൊരു കാര്യം, ചേട്ടന് കൊച്ചിൻ്റെ പേര് പറയാമോ? കൊച്ചിൻ്റെ പേര് 3.5 വയസ്സ്. ആ കൊച്ചിനോട് ചേട്ടൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയാമോ? ഈശോയെ കുറിച്ച് സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? ഞാൻ കൊച്ചിനോട് പറഞ്ഞേക്കുന്ന 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം, 2-ാം സ്ഥാനം ആ കൊച്ചു എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതാണൊരു ഏറ്റവും ബെസ്റ്റ് പാരന്റിംഗ് എന്ന് പറയുന്നത്. അതാണ് വേണ്ടത് ഇന്നത്തെ കാലത്ത്. 1-ാം സ്ഥാനം അല്ലേ? 1-ാം സ്ഥാനം ഈശോയ്ക്കായിട്ടും, അതിനുശേഷം മാത്രമേ ഈ അപ്പനും അമ്മയും ഉള്ളൂ എന്നാണ് അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്. വളരെ അല്ലേ, അത്രയും രീതിയിലാണ് കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. വിശുദ്ധമായിട്ട് വളരുന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മനുഷ്യരിലും നമ്മൾ എത്രയോ മനുഷ്യരെ കണ്ടല്ലേ? തീർച്ചയായിട്ടും എത്രയോ മനുഷ്യരെ കണ്ടു. അവരിലൂടെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം ഒത്തിരി നമ്മുടെ മനസ്സിലോട്ട്. ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്നപ്പം ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ ഇത് വെച്ചേക്കുക, ഒരു വെള്ളം വെച്ചിരിക്കുക. അപ്പോൾ അതിനുശേഷം അവിടെ വെള്ളം കുടിച്ചു, ഒരു ഗ്ലാസ് കുടിച്ചു. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ കണ്ടു. ആ ചേട്ടൻ ഏകദേശം എനിക്ക് നമ്മൾ കുറുപ്പുംപടിയൊക്കെ എത്തുന്നതിന് മുമ്പുള്ളൊരു വീട്ടാണ്. ആ ചേട്ടൻ അവിടെ ചേട്ടൻ കണ്ടു. ചേട്ടൻ്റെ ചേച്ചി മക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. ഓടി വന്നു. അത് അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. പള്ളിയിലൊക്കെ പോയി ഒത്തിരി മടുത്തു വന്നാന്ന് തോന്നുന്നു. ചേട്ടൻ യാക്കോബായ സഭയിലാന്ന് തോന്നുന്നല്ലേ? അപ്പം അതാണ് ഒരു എന്നാ പറയുക, ആ ശുശ്രൂഷ മനോഭാവം, ആ ഒരു ഈശോയുടെ മാതൃക. നമ്മൾ പെസഹൊക്കെ ആഘോഷിച്ച് പാദം ഷാടനമൊക്കെ ആഘോഷിച്ചതാണത്. ആ ഒരു വിനയത്തിൻ്റെ മാതൃക അത് കാണാനിടയായി. നമ്മളവിടെ കുറേ നേരം വിശ്രമിക്കാനും പറ്റും ഞങ്ങൾക്ക് കുറച്ച്. തീർച്ചയായിട്ടും അങ്ങനെ ആൾ നമ്മളെ കൊണ്ടുവരികയും കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം ഒരിടത്തു നിന്ന് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചില്ലേ, അത് അവിടെ സംഭാരം കുടിച്ചു. അതിൻ്റെ അവർ കുപ്പിക്കകത്ത് നമുക്ക് സംഭാരം തന്നു വിട്ടു. തീർച്ചയായിട്ടും അങ്ങനെ പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ സ്ഥലം രണ്ടാമത്തെ ആ കഞ്ഞി വിതരണം ചെയ്ത സ്ഥലം എവിടെയാണ്? അത് ഏകദേശം എനിക്ക് മലയാറ്റൂരിൽ തിരിയുന്ന കീഴിലത്ത് അവരൊരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവർ കുറേ കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പ്, അവരൊരുമിച്ച് ഇങ്ങനെ കഞ്ഞി വിതരണം വർഷങ്ങളായിട്ടല്ലേ. ഒരു പ്രത്യേകത അറിയിച്ച ഇത് കൊടുക്കുന്നവർ ഇന്നലെ തുടങ്ങിയതല്ല. ഇവർ 10, 20, 25 വർഷം. ഇപ്പം നമ്മൾ അവസാനം തണ്ണിമത്തന്നല്ല വെച്ചാൽ 500 കിലോ തണ്ണിമത്തനോ 500 കിലോ തണ്ണിമത്തരുന്ന്. പിന്നെ വെച്ചാൽ കഞ്ഞി മാറി കൊടുക്കും, തണ്ണിമത്ത കൊടുക്കും. അപ്പോൾ ആൾക്കാർ അവർക്ക് ഉണ്ടോ എന്നല്ല നോക്കുന്നത്, അവർ
ദൈവത്തിന് വേണ്ടി കൊടുക്കുവാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഈ സാധനങ്ങളുടെ വില കൂടി, എന്നാലും തീർച്ചയായിട്ടും അവർ തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ വലിയൊരു സാക്രിഫൈസ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ സമ്മതിക്കണം. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനയുടെ അനുഭവങ്ങൾ നമുക്ക് ഒത്തിരി കിട്ടി അല്ലേ? തീർച്ചയായിട്ടും ചേട്ടൻ അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? ചേട്ടയ്ക്ക് തിരിച്ച് പോകണം, മല കയറി പെട്ടെന്ന് പോകണം. നാളെ ജോലി പരിപാടികളൊക്കെ ഉണ്ട്. അണക്കര ധ്യാനിക്കാൻ വേണ്ടി പോകണം. ചേട്ടായി അവിടുന്ന് മുരിക്കാശ്ശേരി എന്നിട്ട് ഞങ്ങളെക്കാളും പവറിലാണ് ഇരിക്കുന്നത്. ഓടി മല കയറാൻ വേണ്ടി പിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് വിശ്രമിച്ചിട്ടേ പോകുന്നുള്ളൂ. ചേട്ടൻ്റെ മല കയറിയിട്ട് തിരിച്ചെല്ലാം പെറക്കെടുത്തോട്ട് വരേണ്ടി വരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം മഹത്വം. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഈ വീഡിയോ എടുത്തിട്ട് 2 പേരുണ്ട്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട 2 പേര്. പേരെന്ന് പറയാമോ? നിങ്ങൾ പേര് കൂടെ പറഞ്ഞേ. ആൻസൺ. ഇടവകേതാ? പെരുമ്പാവൂര് ഇടവക. സഹോദര ജിബിൻ നെടുങ്കപ്ര. അപ്പോൾ അവർ രണ്ടുപേരും അവർ ഫേസ്ബുക്ക് കാണാൻ പറ്റില്ല, അവർ നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നന്ദി കേട്ടോ. ഈ സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ വന്ന് പരിചയപ്പെട്ട ഒരു 5 മിനിറ്റത്തെ പരിചയമുള്ളൂ. അപ്പോൾ അതിനുള്ള അവർ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ പരിപാലനയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ വേറെ കാര്യം പറയുന്നു. കുറേ യുവജനങ്ങളെ അവർ നടക്കുന്നുണ്ട്, ഒത്തിരി കുറേ പേര്. 15 വർഷമായിട്ട് നടക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ആ വീഡിയോയിൽ പറഞ്ഞ പയ്യൻ പരീക്ഷ മാറ്റി വെച്ചിട്ട് അപ്പനോട് വന്നത്. അതെ. പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടവരുണ്ടല്ലോ, നമ്മുടെ രാമപുരത്ത് വന്നവർ. അവർ 10ാം ക്ലാസ്സുകാരും +1 പരീക്ഷ കഴിഞ്ഞ് ഉടനെ പോകുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം മുൻപ് നമ്മൾ പരിചയപ്പെട്ട എബി ഈ സഫാരി ചാനലിൽ വർക്ക് ചെയ്യുന്ന എബി എന്ന് പറയുന്ന. പിന്നെ അവിടെ തന്നെ ചൂണ്ടശ്ശേരി കോളേജിൽ പഠിക്കുന്ന എഡ്വിൻ എന്നാണ് പേര്. അപ്പോൾ അവരെല്ലാം ഇവരൊക്കെ നടന്ന് എനിക്കൊന്ന് രാമപുരം പാല സൈഡിൽ നിന്നാണ് വരുന്നത്. നടന്നിട്ട് കാലുവേദന, കാല് പൊള്ളുന്നു, എന്നാലും അതെല്ലാം വെച്ച് അവർ നടക്കണം. അവർ യാത്ര ആരംഭിച്ച് ഇന്നലെ ചേട്ടായി ഇന്നലെ 6-7 മണിയാകുമ്പോൾ തുടങ്ങി അല്ലേ? ഞങ്ങൾ ഇന്ന് രാവിലെയാണ് തുടങ്ങുന്നത്. അവർ ഇന്നലെ തുടങ്ങി, അത് നിർത്തുന്നില്ല, അങ്ങ് വരുവാണ്. അപ്പോൾ അത്രയും തീക്ഷ്ണമതികളായിട്ടാണ് സ്നേഹമുള്ളവരെ നമ്മുടെ യുവജനങ്ങളും ആളുകളും എല്ലാം ഈ മലയാറ്റൂരിന് വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും കൂടുതൽ ത്യാഗം അവർ എടുക്കണമെങ്കിൽ ഞാൻ കാണുന്നത് അത്രയും കൂടുതൽ സ്നേഹം അവർക്ക് ഈശോറുണ്ട്. വേറെ എന്നാ വെച്ചാൽ ഇതിനകത്തുള്ള തോമസ് ലീഗ് ആണല്ലോ മണ്ടയ്ക്കുള്ളത്. ഈ തോമസ് ലീഗ് ഒരു വാശിയുണ്ടായിരുന്നു ഈശോയെ കാണുന്നത്. ഇവിടെ വരുന്നവർ ഓരോ വർഷം വരുന്ന അവർക്കൊരു വാശിയുണ്ട്, വീണ്ടും പോകും. തോമസ് ലീഗെ പോയി കാണും, പാദങ്ങൾ ആ ഒരു ഇത് കാണും, ഈശോയെ കാണും, പെൺകുരിശ് അവിടെ മേലെ പോയി കണ്ട് പ്രാർത്ഥി തിരിച്ചിറങ്ങും. പിന്നെ നമുക്കിനി മുമ്പോട്ട് യാത്ര ചെയ്ത് കാണാൻ പറ്റിയ വലിയ കുരിശും കൊണ്ട് പോകുന്നവർ, അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല പല മതത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അതൊരു വളരെ ദൈവികമായൊരു അനുഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. കഴിഞ്ഞ വർഷം നമ്മൾ വന്നായിരുന്നു, നല്ല മഴയായിരുന്നു. അന്ന് നല്ല മഴയായിരുന്നു. അന്ന് ഞങ്ങൾ സാധാ അല്ലേ, നമ്മളിങ്ങനെ വെറുതെ ഇവിടെ വരെ വണ്ടിക്ക് വന്ന് ഇവിടുന്ന് മല കയറുക ചെയ്ത്. ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയും സമയം എടുത്തു, ഒരു 10-29 എത്ര കിലോമീറ്റർ ആയി? 30 കിലോമീറ്റർ ആകും പോകുന്നു. ചേട്ടൻ 100 കിലോമീറ്റർ മുകളിലായി. ചേട്ടൻ 100 കിലോമീറ്റർ ഒന്നുമില്ല, ഞങ്ങളുടെ ഒന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ സ്നേഹമുള്ളവരെ, ഞങ്ങളുടെ ത്യാഗങ്ങളൊന്നുമല്ല. കാരണം ഈ നടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഞാനൊന്നും ചെയ്തിട്ടില്ല. അച്ഛനൊന്നും അങ്ങനെ ഫ്രാൻസിസ് പറഞ്ഞില്ലേ, ഇത്രയും മരിക്കാറായി പറഞ്ഞില്ലേ, ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന് പറയുന്ന പോലെ നമ്മൾ ഈ കടന്ന് മനുഷ്യരെ കാണുമ്പോഴും അവരുടെ വേദനകൾ കാണുമ്പോൾ, വിഷമങ്ങൾ കാണുമ്പോഴും, അവർ അത്രമാത്രം സഹിച്ച് ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഈ ത്യാഗം എടുത്ത് വരുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരോട് വലിയ ആദരവും സ്നേഹമാണ് തോന്നുന്നത്. അതൊക്കെ ആരും ചേട്ടനോട് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും നിങ്ങൾ വരിക, ഈശോയുടെ സ്നേഹം പ്രകടിപ്പിക്കുക. ഇത് വലിയ അനുഗ്രഹത്തിന്റെ സമയമായി. ഒരിക്കലെങ്കിലും നിങ്ങൾ മലയാറ്റൂർ വരണം. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ഇൻസ്പിറേഷൻ കിട്ടും. അതൊരു എന്നാ പറയുക, ഒരു നമുക്കെന്നാ പറയുക, ഇതിലെല്ലാവരും ഈ പ്രസൻസ് ഓഫ് പ്രാക്ടീസിൻ്റെ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിച്ചാണ് ഈ മല കയറുന്നതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ദൈവസാന്നിധ്യ ബോധം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനൊട്ടും ഒരാഴ്ച കൊണ്ട് കയറി. അപ്പോൾ നമുക്ക് ആ ഒരു പ്രസൻസ്, എല്ലാവരും കുരിശിൻ്റെ വഴി ഇരുന്നു, എല്ലാവരും മുട്ടുകുത്തി കുരിശിൻ്റെ വഴിക്ക് പോകുന്നു. പിന്നെ കുരിശിൻ്റെ മുട്ടുകുത്തി കയറുന്നുണ്ട് കേട്ടോ, അങ്ങനെ കയറുന്നു. അപ്പം ആ ഒരു മല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏലിയ പ്രവാചകൻ കർമ്മല മലയിൽ പറയുന്നുണ്ടല്ലോ, നീ എന്തെടുക്കുകയാണെന്ന് വെച്ചപ്പം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എരിയുകയാണെന്ന് പറഞ്ഞതുപോലെ ഈ മലയിലും ഒരു ദൈവത്തിൻ്റെ എരിച്ചിലുണ്ട്, ഒരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ആൾ വരുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ വണ്ടി നല്ല ബ്ലോക്കാണ്, ആളുകൾ ഒരു കുറവില്ല. പിന്നെ നമ്മൾ ഇത് പറയുന്ന ഈ പ്രാർത്ഥന കാര്യം പറയുമ്പോൾ ഞാൻ ഓർത്ത്, എനിക്ക് തോന്നുന്നു പള്ളിക്കത്തോടിൽ നിന്ന് വന്നൊരു ചേട്ടനാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഞാൻ ചേട്ടനൊരു ഗ്രൂപ്പായിട്ടാണ് വന്നത്. പക്ഷേ ചേട്ടൻ അവരുടെ അച്ഛൻ സ്പീഡ് കുറച്ചു. അപ്പോൾ സ്പീഡ് ഞാൻ ചോദിക്കുന്നത്, സ്പീഡ് കുറച്ച് ഞാൻ ഗ്രൂപ്പായിട്ട് പോയത് പറഞ്ഞു. അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കൈ കൊന്തയൊക്കെ ചെല്ലി ഇങ്ങനെ പതിയെ സാവധാനം വരണം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് വരുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ തീവ്രമായിട്ടും തീക്ഷ്ണമായിട്ടും പ്രാർത്ഥിച്ച് വരുന്ന
ഒത്തിരി ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? ദിവസം നിങ്ങൾക്കും ഇതൊക്കെ വെള്ളിയാഴ്ച ഒരു അനുഗ്രഹത്തിന് ദിവസമായി മാറട്ടെ. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അപ്പം ഈ മരണത്തിന് ഒരു അവസാനമല്ല, ഉയർപ്പിലേക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നല്ലേ. ഈശോ ഉയർത്തെഴുന്നേക്കും. നമ്മളുടെ ഈശോയുടെ ഉയർപ്പാണ് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പം ആ ഉയർപ്പിലേക്ക് നമുക്ക് യാത്രയാകാം. അപ്പം എല്ലാവർക്കും ഉയർത്തിനകത്ത് നന്ദി പറഞ്ഞു ജോസഫ് അച്ഛാ. അതെ. നമ്മളിനിയിപ്പം എന്നോട് പറയാനുണ്ടോ? എന്തിനു പറയാനുണ്ടോ? ഈശോയെ എന്തെങ്കിലും പറഞ്ഞു ആളുകൾക്ക് വേണ്ടി ഒരു ചേട്ടാ എന്നാ പറയാനുള്ളത്? ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളോട് എന്നാ പറയാനുള്ളത് ചേട്ടാ ജീവിതാനുഭവം വെച്ച്? എല്ലാവരും ഈശോ അറിയാതെ ജീവിക്കാൻ വേണ്ടി പാടാണ്. ഈശോ അറിഞ്ഞ് തന്നെ ജീവിച്ചാൽ തീർച്ചയായിട്ടും. ഈശോയെ അറിഞ്ഞ് ജീവിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ, മറക്കരുത്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ചേട്ടൻ്റെ പ്രാർത്ഥനകൾ, കാര്യങ്ങൾ, ജോലികൾ ഒന്നും മുടങ്ങുന്നില്ല. പ്രാർത്ഥനയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോസ്, ഇനി ഞങ്ങൾ അധികം പറയുന്നില്ല. അപ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, മറക്കരുത്. കർത്താവിൻ്റെ കുരിശിലെ ബലി നമ്മൾ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് കർത്താവ് കുരിശ് നമുക്ക് വേണ്ടി മരിച്ചത്. പക്ഷേ ഞാനൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് തരാം. മദർഫാദറിൻ്റെ പറഞ്ഞോ. ഞാനിത് കൊൽക്കത്തയിൽ പോയപ്പോൾ കണ്ടാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം വായിച്ചുള്ളൂ. എങ്ങനെയാണ് കോട്ട്? ഇങ്ങനെയാണ്: യെസ്റ്റർഡേ ഹാസ് ഗോൺ, ടുമാറോ ഹാസ് നോട്ട് യെറ്റ് കം, വി ഹാവ് ഓൺലി ടുഡേ. ഇന്നലകൾ കടന്നുപോയി, നാളെ ഇതുവരെ വന്നു ചേർന്നിട്ടില്ല. നമുക്ക് ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ ഇന്ന് തന്നെ തുടങ്ങാം. നമുക്ക് വെയിറ്റിംഗിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈശോ വിശേഷിച്ചിരിക്കട്ടെ. താങ്ക് യു.